ഹായ് ഫ്രണ്ട്സ്, കാർഡ്ബോർഡ് ആർട്ട് എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ കേട്ടോ. കുറച്ച് കാർഡ്ബോർഡ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് എടുത്ത് വരച്ച് നോക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ഒരു കാർഡ്ബോർഡ് ആർട്ട് നോക്കാം. നമുക്കിപ്പോൾ വൈറ്റ് ക്യാൻവാസൊക്കെ നോക്കി അതിൽ വരയ്ക്കുന്ന അതേ ഒരു ഫീല് ഇതിനകത്ത് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു ഇതിൽ വരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ആർട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു മൈൻഡ് റിലാക്സിങ് പ്രോസസ്സാണ്. അത് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഈ പെയിൻറ്റിങ്ങും ആർട്ടും കാര്യങ്ങളിലൊക്കെ ഇറങ്ങി തിരിക്കുമ്പോൾ കുറച്ചെങ്കിലും മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതൊന്ന് ഫിനിഷ് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് വേറെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർമൽ ഫാബ്രിക് അക്രിലിക് പെയിൻറ്റിങ് ആണ്. അതേപോലെ തന്നെ ആകെ 3 കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. 3 കളേഴ്സ് ഞാൻ എൻ്റെ കയ്യിൽ ആ സമയത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ തോന്നുന്നു അപ്പോൾ പെയിൻറ്റ് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് ഇത് വേറൊരു സ്ഥലത്താണ്, വീട്ടിലല്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് വരയ്ക്കുന്ന സമയത്ത് അത് അത്ര ആ 3 പെയിൻറ്റിങ്സ് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, അത് വെച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് വരച്ചത്. പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുള്ളായി തോന്നുന്ന സമയത്ത്, എനിക്ക് ഒരുപാട് സ്ട്രെസ്ഫുള്ളായി തോന്നുന്ന സമയത്ത് ഞാൻ ഓപ്റ്റ് ചെയ്യാറ് കൃഷ്ണൻ്റെ പെയിൻറ്റിങ്സാണ് കേട്ടോ. അപ്പോൾ കാരണം എനിക്ക് അതിലെന്തോ എനിക്കതൊരു പ്രത്യേക ഫീലിംഗാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അത് വരച്ച് കംപ്ലീറ്റ് ആയി കിട്ടുമ്പോൾ അതൊരു മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്ന കൃഷ്ണൻ്റെ ഇമേജസാണ്. എത്ര വരയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഫോണിലൂടെ ഒരുപാട് ചാൻസസ് ഉണ്ട്, ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് മൈൻഡ് റിലാക്സിങ് ആണോ എന്നെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളൊരു 1-2 തവണ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആവണമെന്നില്ല. അതേപോലെ തന്നെ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാം. പക്ഷെ ഒന്ന് ക്ഷമയോടെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു നല്ല ഭംഗിയുള്ള നമ്മുടേതായ ക്രിയേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് കൃഷ്ണൻ്റെ ഇമേജ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉള്ളിൽ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഓപ്ഷനായിരിക്കാം. പിന്നെ യൂട്യൂബിൽ ഞാനങ്ങനെ അധികം വീഡിയോസൊന്നും ഇട്ടിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് എന്തായാലും എനിക്ക് പറഞ്ഞു തരാം. അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് ചാനൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നാണ് ഒന്ന് ഇൻസ്പയറായി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പെയിൻറ്റിങ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജ് അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിനൊരു ചാൻസ് കിട്ടിയ പോലെയാണ്. കാരണം യൂട്യൂബിൽ ഒരുപാട് പേരുടെ ചാനൽസ് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇതൊരു വലിയ വഴിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ അതായത് യൂട്യൂബിലൂടെ എൻ്റെ ആർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നൊരു മൈൻഡ് റിലാക്സിങ് പ്രോസസ്സാണെന്നുള്ളതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും നടക്കട്ടെ, ചെയ്യാൻ പറ്റട്ടെ. നമ്മുടേതായ ക്രിയേഷൻസ് നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.